എല്ലാ കൂട്ടുകാർക്കും കഥാസാഗരത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് മനുപുത്രനും ഇക്ഷ്വാകുവിൻ്റെ സഹോദരനുമായ ശര്യാതി മഹാരാജാവിൻ്റെ കഥയാണ്. അയോധ്യ രാജാവായിരുന്ന ശര്യാതിക്ക് ആനർത്തൻ എന്നൊരു പുത്രനും സുകന്യ എന്നൊരു പുത്രിയും ഉണ്ടായിരുന്നു. ഒരിക്കൽ ഭൃഗുപുത്രനായ ചവന മഹർഷി വനാന്തരത്തിലുള്ള പൊയ്കയുടെ തീരത്ത് ധ്യാനനിഷ്ഠനായി തപസ് ചെയ്തുകൊണ്ടിരുന്നു. അനേക വർഷക്കാലം ഒരേ നിലയിൽ ഇരിപ്പാകയാൽ അദ്ദേഹത്തിന് ചുറ്റും ചിതൽപുറ്റുകൾ ഉയർന്നു വന്നു. ഈ അവസരത്തിൽ ശര്യാതി മഹാരാജാവ് വിനോദത്തിനു വേണ്ടി കുടുംബസമേതം ആ സ്ഥലത്ത് വന്നു ചേർന്നു. രാജകുമാരിയായ സുകന്യ നദീതീരത്ത് നടക്കുന്നതിനിടയിൽ ചിതൽപുറ്റ് കാണുകയും അതിനുള്ളിൽ നിന്നു വരുന്ന പ്രകാശം എന്താണെന്നറിയാൻ ഒരു മരച്ചില്ല എടുത്ത് ചിതൽപുറ്റിൽ കുത്തി നോക്കുകയും ചെയ്തു. രാജകുമാരിയുടെ പ്രവൃത്തി മൂലം മുനിയുടെ 2 കണ്ണുകളും പൊട്ടി കാഴ്ച നഷ്ടപ്പെട്ടു. കണ്ണുകൾക്ക് വലിയ വേദന ഉണ്ടായെങ്കിലും ചവനൻ കോപിക്കുകയോ ശപിക്കുകയോ ചെയ്തില്ല. ശര്യാതി മഹാരാജാവ് കുടുംബസമേതം കൊട്ടാരത്തിലേക്ക് തിരിച്ചുപോയി. സുകന്യയാകട്ടെ മുനിയുടെ കണ്ണ് കുത്തിപ്പൊട്ടിച്ച വിവരം അച്ഛനോട് പറഞ്ഞതുമില്ല. പക്ഷേ ഉടൻ തന്നെ രാജ്യത്തെങ്ങും അനർത്ഥങ്ങൾ കണ്ടു തുടങ്ങി. ജനങ്ങളുടെ ആഹാരദഹനം സ്തംഭിച്ചു. വിവരമറിഞ്ഞ രാജാവ് രാജ്യത്ത് ആരെങ്കിലും താപസരോട് അനാദരവ് കാണിച്ചോ എന്ന് ആരാഞ്ഞു. ഒടുവിൽ സുകന്യ നടന്ന കാര്യമെല്ലാം ശര്യാതിയോട് തുറന്നു പറഞ്ഞു. ശേഷം ചവനു മുന്നിൽ മാപ്പിരന്ന മഹാരാജാവ് പുത്രിയായ സുകന്യയെ അദ്ദേഹത്തിന് വിവാഹം കഴിച്ചു നൽകി. കാട്ടിലെ ആശ്രമത്തിൽ താമസിച്ചിരുന്ന സുകന്യക്ക് അശ്വിനി ദേവകൾ ദർശനം നൽകുകയും അവരുടെ അനുഗ്രഹത്താൽ ചവനന് കാഴ്ചശക്തി ലഭിക്കുകയും ചവനൻ ഒരു യുവ കോമളനായി മാറുകയും ചെയ്തു. നന്ദി സൂചകമായി അശ്വിനി ദേവകൾക്ക് ഇന്ദ്രനാൽ നിഷിദ്ധമായിരുന്ന സോമപാനം നടത്തിക്കൊടുക്കാമെന്ന് ചവനൻ അശ്വിനി ദേവകൾക്ക് വാക്ക് നൽകുകയും ചെയ്തു. ഈ വിവരങ്ങൾ അറിഞ്ഞ് സന്തോഷവാനായ ശര്യാതി മഹാരാജാവ് ചവനന്റെ നേതൃത്വത്തിൽ സോമയാഗം ആരംഭിച്ചു. സോമയാഗത്തിൽ യാഗാംശം സ്വീകരിക്കാൻ മറ്റു ദേവകൾക്കൊപ്പം വന്ന അശ്വിനി ദേവകളെ ഇന്ദ്രൻ തടയുകയും ചവനന് നേരെ വജ്രായുധം പ്രയോഗിക്കാൻ തുടങ്ങുകയും ചെയ്തു. തൻ്റെ ഒരു നോട്ടം കൊണ്ട് ഇന്ദ്രനെ സ്തംഭിപ്പിച്ചു നിർത്തിയ ചവനൻ യാഗാഗ്നിയിൽ നിന്ന് മദൻ എന്ന ഒരു ഭയങ്കര രാക്ഷസനെ സൃഷ്ടിച്ചു. മദനെ കണ്ട് മറ്റെല്ലാ ദേവകളും ഓടി രക്ഷപ്പെട്ടു. ഒടുവിൽ അശ്വിനി ദേവകൾക്ക് സോമപാനം അനുവദിച്ചു കൊള്ളാമെന്ന് പറഞ്ഞ് ചവനനോട് മാപ്പിരന്ന ഇന്ദ്രനെ ചവനൻ സ്വതന്ത്രനാക്കുകയും തുടർന്ന് അശ്വിനി ദേവകളടക്കമുള്ള ദേവന്മാരെല്ലാം ശര്യാതിയുടെ സോമയാഗത്തിൽ നിന്ന് യാഗാംശം സ്വീകരിക്കുകയും ചെയ്തു. ജീവിതകാലം മുഴുവൻ പുണ്യപ്രവൃത്തികൾ ചെയ്ത ശര്യാതി മരണശേഷം യമസഭയിൽ യമനെ സേവിച്ച് കഴിഞ്ഞു പോരുന്നു. ഇക്ഷ്വാകു സഹോദരനായ ശര്യാതിയുടെ കഥ ഇവിടെ തീരുകയാണ്. മറ്റൊരു കഥയുമായി വീണ്ടും കാണാം.